പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൊളിഷൻസ്. അപ്പൊ നേരെ അടിയും കൊടുത്തോളി. കൊളിഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കൊളിഷൻ കൂട്ടിമുട്ട, അതൊക്കെ കൊളിഷനാണ്. പക്ഷെ ഫിസിക്സിന്റെ ഭാഷയിൽ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഇപ്പൊ കൊളിഷൻസ് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കേണ്ട അങ്ങനെ കൂട്ടിമുട്ടി അതെന്ത് ചെയ്യാണ്, ഓക്കെ, അകത്തരിപ്പണ, അതാണ് കൊളിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മാത്രമല്ല, രണ്ട് തമ്മിൽ കോണ്ടാക്ട് വന്നിട്ടില്ലെങ്കിലും അവിടെ കൊളിഷൻ ആവും. എന്തെങ്കിലും ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ തന്നെ അവിടെ കൊളിഷൻ ആവും. ഓക്കെ, ഇപ്പൊ രണ്ട് മാഗ്നറ്റ് നോർത്ത് പോൾ ഒരുമിച്ച് വന്നാൽ റിപ്പൽ ചെയ്യും, നമുക്കറിയാലോ. അല്ലെങ്കിൽ സൗത്ത് പോൾ ഒരുമിച്ച് വന്നാൽ അത് റിപ്പൽ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ എറിഞ്ഞാൽ രണ്ട് റിപ്പൽ ചെയ്ത് വീണ്ടും തെറിച്ചു പോകും. അവിടെ രണ്ട് കോണ്ടാക്ട് വന്നിട്ടില്ലെങ്കിലും അത് ഫിസിക്സിന്റെ ഭാഷയിലെ കൊളിഷൻ ആണ്. ഓക്കെ, അപ്പം കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോഴ്സ് കൊളിഷനും മിക്സ് ആയി പോയി. അപ്പം കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് എ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്. അതാണ് ഡെഫിനിഷന്. കൊളിഷൻസ് രണ്ട് തരത്തിലുള്ളത്. ഒന്നാമത്തേത് ഇലാസ്റ്റിക് കൊളിഷനും മറ്റേത് ഇൻഇലാസ്റ്റിക് കൊളിഷനാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് നോക്കാം. ഇലാസ്റ്റിക് കൊളിഷൻ നോട്ടം ഞാൻ തരാം കേട്ടോ. ഇലാസ്റ്റിക് കൊളിഷൻ എന്താ വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഇപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ റബ്ബർ പന്ത് എടുത്ത് ആ റബ്ബർ പന്തിന് അടിയിക്ക് ഇട്ട്, അപ്പം നേരെ അടിയിലേക്ക് ചെന്ന് തട്ടി മുകൾക്ക് പൊന്തി പിന്നെയും തട്ടി അങ്ങനെ ഇങ്ങനെ ബൗൺസ് ചെയ്ത് ഇങ്ങനെ പോകും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ഒരു റബ്ബർ പന്ത് നമ്മൾ അടിയിക്ക് ഇടുമ്പം ഫസ്റ്റ് ഇട്ട ഹൈറ്റിക്ക് അത് റീബൗൺസ് ചെയ്ത് പൊങ്ങൂല അല്ലെ. ഇപ്പൊ h1 ആണ് ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ പന്ത് ഇടണമെന്നുണ്ടെങ്കിൽ അത് അടി തട്ടി വീണ്ടും മുകൾക്ക് പൊന്തിയാല് സെയിം ഹൈറ്റിൽ എത്തൂല. അതെത്താതിരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അടി തട്ടുന്ന സർഫസ് ഉണ്ടല്ലോ, ആ സർഫസ് ഈ ഒരു ബോളിന്റെ എനർജി ഏതോ ഒരു രൂപത്തിൽ, അല്ലെങ്കിൽ ഹീറ്റ് ആവാം, നമുക്ക് കേൾക്കാത്ത രീതിയിലുള്ള സൗണ്ട് ആവാം, അതൊക്കെ ആവാം, ആ രൂപത്തിൽ ആ ഒരു സർഫസ് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും ഹൈറ്റിക്ക് ഈ ഒരു ബോളിന് എത്താൻ പറ്റാത്തത്. ഇനി ഒന്നുകൂടി ഡീപ്പറായിട്ട് പോയി കഴിഞ്ഞാല് ഒരു ഹൈറ്റ് h1 ബോൾ താഴേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പം നേരെ അത് ഇനീഷ്യൽ വെലോസിറ്റിയിൽ താഴേക്ക് പതിക്കും അല്ലെ. അത് തട്ടി പിന്നെ മുകൾക്ക് പൊന്തുന്നതിന് മുമ്പ് ആ തട്ടിയ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ഈ സർഫസ് കുറച്ച് എനർജി വെച്ചെടുക്കും. ഓക്കെ, അപ്പം എനർജി ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv². അതാണല്ലോ അതിന്റെ കൈനറ്റിക് ഇക്വേഷൻ. അപ്പൊ മുകൾക്ക് പൊന്തുമ്പോൾ എനർജി ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറഞ്ഞ വെലോസിറ്റിയിൽ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഒബ്ജക്റ്റ് മുകൾക്ക് പൊന്തുള്ളൂ. കാരണം അത്രയും കുറച്ച് എനർജി ആര് അബ്സോർബ് ചെയ്തിട്ടുണ്ട്? സർഫസ് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന എനർജിയാണ് നമുക്കറിയാലോ. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അപ്പൊ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, വെലോസിറ്റി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. വെലോസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അതിന് എനർജി കുറവായിരിക്കും. അപ്പൊ ആ എനർജി ആര് അബ്സോർബ് ചെയ്യുന്നുണ്ട്? ഈ ഒരു സർഫസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് h1 എന്ന ഹൈറ്റിക്ക് എത്താൻ പറ്റാത്തത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് കൊളിഷൻസ്, ഇപ്പൊ അത് കൊളൈഡ് ചെയ്തല്ലോ, സർഫസ് ആയിട്ട് കൊളൈഡ് ചെയ്തല്ലോ, ഈ ടൈപ്പ് ഓഫ് കൊളിഷൻ ആണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഈ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഒന്നും, ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, അതിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവ്ഡ് അല്ല. ഇനിഷ്യൽ കൈനറ്റിക് എനർജി നോട്ട് ഈക്വൽ ടു ഫൈനൽ കൈനറ്റിക് എനർജി. ബോൾ ഇടുന്നതിന് മുമ്പുള്ള കൈനറ്റിക് എനർജി അല്ല ശേഷമുള്ളത്, കുറച്ച് കുറവുണ്ട്. അപ്പം അതാണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, ഇനി ഇലാസ്റ്റിക് കൊളിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഹീറ്റ് കാരണമായിട്ടും അല്ലെങ്കിൽ സൗണ്ട് കാരണമായിട്ടുള്ള ഈ ഒരു എനർജി ലൂസ് ആവല് നമ്മൾ പരിഗണിക്കില്ല എന്ന് വിചാരിച്ചു. അപ്പൊ എന്താ സംഭവിക്കുക? എനർജി ലൂസ് ആയില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇട്ട എനർജി തന്നെ പിന്നെ ഉണ്ടെങ്കിൽ സെയിം ഹൈറ്റിക്ക് അതിന് പൊന്താൻ കഴിയും. കാരണം സെയിം വെലോസിറ്റി ആണ് ഉണ്ടാവുക, വെലോസിറ്റി മാറൂല. അപ്പൊ എന്ത് ചെയ്യും? അത് സെയിം ഹൈറ്റിക്ക് വരും. അത്തരത്തിലുള്ള കൊളിഷൻസ് ആണ് ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വേൾഡില് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിട്ട് കൊളിഷൻ ഒന്നും നടക്കാറില്ല, ഈവൻ ആറ്റത്തിന്റെ കേസിൽ പോലും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, അതൊരു കൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇലാസ്റ്റിക് കൊളിഷൻ, എന്താണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇൻഇലാസ്റ്റിക് കൊളിഷനിൽ എന്താണ്, കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആകൂല, മൊമെന്റം കൺസർവ്ഡ് ആണ്. ഇലാസ്റ്റിക് കൊളിഷനിൽ കൈനറ്റിക് എനർജിയും മൊമെന്റവും കൺസർവ്ഡ് ആണ്. നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലെ. കാരണം വെലോസിറ്റി ഒന്നും മാറുന്നില്ല, മാസ് മാറുമെന്ന് ഉറപ്പാണല്ലോ. P ഈക്വൽ ടു m ഇൻറ്റു v ആണ്, വെലോസിറ്റി മാറുന്നില്ല. അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ആഫ്റ്റർ കൈനറ്റിക് എനർജി, ഇനീഷ്യൽ മൊമെന്റം ഈക്വൽ ടു ആഫ്റ്റർ മൊമെന്റ്. അത് ടോട്ടൽ മൊമെന്റം അവിടെ കൺസർവ്ഡ് ആണ്.
പക്ഷെ കൈനറ്റിക് എനർജി ഇൻട്രാസ്റ്റിക് കൊളിഷൻ കൺസർവ് ആവില്ല, കാരണം വെലോസിറ്റി വ്യത്യാസമുണ്ട്. കൈനറ്റിക് എനർജി ഇക്വേഷൻ ഹാഫ് mv² ആണ്. v മാറുമ്പോൾ കൈനറ്റിക് എനർജി തമ്മിൽ മാറും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറയാണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്താണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്താന്നുള്ള കാര്യമാണ്. ഓക്കെ, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നോട്ട് തരാം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാല് ഒരു രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ ഒരുമിച്ച് പോവുക. ഇതിനെയാണ് കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അവിടെ ഒരു ഒബ്ജക്റ്റിന്റെ എനർജി മറ്റേ ഒബ്ജക്റ്റുമ്പോൾ കൊടുത്തിട്ട് രണ്ടും കൂട്ടിമുട്ടി ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതാണത് കംപ്ലീറ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ. കാര്യം വ്യക്തമായല്ലോ? അപ്പൊ 3 കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോട്ട് ചെയ്താം. അപ്പൊ നിങ്ങളിപ്പോ കൊളിഷൻ ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ ഡെഫിനിഷൻ ഉണ്ടാവും. ഇനി 2 തരത്തിലുള്ള കൊളിഷൻസ് ആണുള്ളത്. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷനും മറ്റേത് ഇൻഇലാസ്റ്റിക് കൊളിഷനും. അപ്പം ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് കൊളിഷൻ ഹെഡിങ് കൊടുത്തിട്ട് എ കൊളിഷൻ വേർ ഒബ്ജക്ട്സ് ബൗണ്ട് ഓഫ് ഈച്ച് അതർ വിത്തൗട്ട് ലൂസിങ് എനി എനർജി. പിന്നെ അടുത്ത സെന്റൻസ് ബോത്ത് എനർജി ആൻഡ് മൊമെന്റം സേ ദ സെയിം അല്ലെങ്കിൽ കൺസർവ്ഡ് നോക്കിയതാ. രണ്ടാമത്തേത് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. A collision where some energy is lost ബ്രാക്കറ്റിൽ ലൈക്ക് ഹീറ്റ് ഓർ സൗണ്ട് എന്ന് എഴുതി കൊടുക്കുക, കോമ, ആൻഡ് ഒബ്ജക്ട് മേ സ്റ്റിക്ക് ടുഗദർ ആഫ്റ്റർ ഹിറ്റിംഗ്. അടുത്ത സെന്റൻസ് മൊമെന്റം സേസ് ദ സെയിം, കോമ, ബട്ട് എനർജി ഡസൻറ്റ്. ഇത്രയും കാര്യം എഴുതി വെക്കുക. പിന്നെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാൽ ആ കാര്യം കൂടി എന്താ ചെയ്യുക, ഒരു നോട്ട് നാട്ട് എഴുതി എടുത്താൽ മതി. ഓക്കെ, നമ്മള് സാധാരണ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷന്റെ കേസ് പറയാറുണ്ട്, പക്ഷെ ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഭാഷ എഴുതി കൊടുത്താലും മതി. പക്ഷെ നമ്മള് നോട്ട് ആവുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ആക്കണമല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. എന്താണ് an inelastic collision in which the colliding objects stick together and move as one object is perfect inelastic collision. ആ കാര്യങ്ങൾ എഴുതി കൊടുത്താൽ കൊളിഷന്റെ കാര്യം സെറ്റായി. ഇനി ഈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളിഷന്റെ സമയത്ത് അതിന്റെ വെലോസിറ്റി ഉണ്ടാവുമല്ലോ അല്ലെ, ഒരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പൊ രണ്ടും കൊളൈഡ് ചെയ്തിട്ട് രണ്ടും ഒരുമിച്ച് പോവാണ്. ആ ഒരുമിച്ച് പോകുമ്പോൾ രണ്ടിനും കൂടി ഒരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ അല്ലെ. നമുക്ക് വേണമെങ്കിൽ അതിന് ഫൈനൽ വെലോസിറ്റി എന്നൊക്കെ പറയാം, അവസാനത്തെ വെലോസിറ്റി. ആ വെലോസിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാം. അതേപോലെ ആ സമയത്തുള്ള എനർജിയും കാര്യങ്ങളും ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ഹെഡിങ് ആയിട്ട് ഒരു സബ് ഹെഡിങ് ആയിട്ട് കൊടുത്താൽ മതി. എന്താണ് എനർജി ആൻഡ് കൈനറ്റിക് എനർജി ആൻഡ് വെലോസിറ്റി ഡ്യൂറിങ് പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ. ആ ഹെഡിങ് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഡെറിവേഷൻ ചെയ്യാം. പിന്നെ കയ്യിൽ ഒബ്ജക്റ്റ് എയും അതേപോലെ തന്നെ ഒബ്ജക്റ്റ് ബിയും ഉണ്ട്. ഓക്കെ, ഒബ്ജക്റ്റ് എയും ബിയും. ഒബ്ജക്റ്റ് എന്റെ വെലോസിറ്റി വി എന്നുണ്ട്, ഒബ്ജക്റ്റ് ബിന്റെ വെലോസിറ്റി വി ബി എന്നുണ്ട്. ഓക്കെ, ഇതിൽ വി ബി അറ്റ് റെസ്റ്റ് ആണ്, ഇത് അനങ്ങണില്ല, റെസ്റ്റിലെത്തുകയാണ്. എ ആണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ വി ബിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. ഇവിടെ വി എക്ക് മാത്രമേ വെലോസിറ്റി ഉണ്ടാവുള്ളൂ. ഇതാണ് ബിഫോർ കൊളിഷൻ, കൊളൈഡ് ചെയ്യുന്ന മുമ്പുള്ള കാര്യം. ഇനി കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ രണ്ടാളും നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് മറ്റേ കൊളൈഡ് ചെയ്ത് ഇവർ തമ്മിൽ ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ആ വെലോസിറ്റിനെ ഞാൻ എന്ത് ചെയ്തു, v2x എന്ന് വിളിച്ചു, v2x. അപ്പൊ ഇവര് രണ്ടാളും ഒരേ വെലോസിറ്റിയിൽ, എയും ബിയും ഒരേ വെലോസിറ്റിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ രണ്ടാമത്തേത് ആഫ്റ്റർ കൊളിഷൻ v2x ആണ് അവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു v2x ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, കൺസർവേഷൻ ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ സെന്റൻസിലൊക്കെ എഴുതി കൊടുക്കട്ടോ, നമ്മളെ അറിയാവുന്ന ഭാഷയിൽ എന്ത് ചെയ്യാം, ആ കാര്യം എഴുതി കൊടുക്കുക. എന്താണ് ഒബ്ജക്റ്റ് അവോയ്ഡ് കൊളൈഡ് ബി ആൻഡ് രണ്ടും ഒരുമിച്ച് പോകുന്നു, അത് എഴുതി കൊടുക്കുക. ഞാനിവിടെ എഴുതാൻ പോകുന്നത് അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഈ ഒരു ഭാഗത്ത് എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മൊമെന്റം അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്കറിയാലോ എം എ ബി എ. ഇത് ബിഫോർ കൊളിഷൻ ആണ്, അതിന് 1 എന്നിട്ടാണ്, ഇതിനൊക്കെ 1 എന്നിട്ടാണ്. ഇവിടെ 2 എന്നുള്ളത് ആഫ്റ്റർ കൊളിഷൻ ആയതുകൊണ്ടാണ്. VA1 പ്ലസ് MB VA2 സോറി VB1
which is equal to എന്താണ് MA VA2 plus MB VB2. ഓക്കെ, ഇത് ആഫ്റ്റർ കൊളിഷൻ ആണ്. ആഫ്റ്റർ കൊളിഷൻ നമുക്കറിയാലോ V2x ഒറ്റ വെലോസിറ്റി ഉള്ളൂ, അതായത് VA1 ഈക്വൽ ആണ് VB1 ന്. അതിന് ഞാൻ ഒറ്റ പേരിട്ട് വിളിച്ചു, V2x എന്നുള്ള പേരിട്ട് വിളിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ VA2ക്കും VB2ക്കും പകരം 2 ആണ്, VA2ക്കും VB2ക്കും പകരം ഞാൻ എന്ത് ചെയ്യാണ് V2x കൊടുക്കാൻ പോവാണ്. അപ്പൊ MA VA1 plus MB VB1 equal to MA VA2x plus MB V2x. ഓക്കെ, VA2x അല്ല V2x. ഇനി നമുക്ക് ഈ V2x ഒന്ന് കോമൺ ആക്കി എടുക്കുക. അപ്പൊ എന്താ വരിക MA VA1 plus MB VB1 which is equal to V2x കോമൺ ആക്കി എടുത്തു. പിന്നെ MA plus MB മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം VB1 equal to 0 ആണെന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഈ ഒരു ടേം മുഴുവൻ 0 ആയി പോകും. പിന്നുള്ളത് V2x into MA plus MB ആണ്. V2x ആണ് കാണാനുള്ളത്, MA plus MB നേരെ തിരിച്ചടി കൊണ്ടുവരിക. അപ്പം V2x equal to നമുക്ക് ഇക്വേഷൻ കിട്ടി, എന്താണ് MA VA1 divided by, ഇവിടെ ഗുണിക്കണം എന്നാണ്, അടിക്കെത്തുമ്പോൾ ഹരിക്കണം എന്നാവും, MA plus MB എന്ന് വരും. MA plus MB ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇക്വേഷൻ എന്ത് ചെയ്യണം, കാണാതെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലത്തിൽ ചോദിക്കും. അപ്പം ഇതാണ് V2x. ഇനി നമുക്ക് ഇതിന്റെ കൈനറ്റിക് എനർജിന്റെ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് പോകാനുണ്ട്. ഓക്കെ, അപ്പൊ ഇനി കൈനറ്റിക് എനർജിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. കൈനറ്റിക് എനർജി K1 ഉം K2 എടുത്തോട്ടോ. K1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ബിഫോർ കൊളിഷൻ, അതായത് കൈനറ്റിക് എനർജി ബിഫോർ കൊളിഷൻ ആണ്. K2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈനറ്റിക് എനർജി ആഫ്റ്റർ കൊളിഷൻ ആണ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ സെറ്റ് ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, K1 ഇക്വേഷൻ എഴുതാം. കൈനറ്റിക്കിന്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, ഹാഫ് mv² ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് m1 VA1 സ്ക്വയർ. ഓക്കെ, ഇതിന് മാത്രം ഉണ്ടാവുള്ളൂ, കൈനറ്റിക് എനർജി ഉണ്ടാവുള്ളൂ, കാരണം ഇത് റെസ്റ്റിലാണ്, ഇതിന്റെ വെലോസിറ്റി 0 ആണ്. അപ്പൊ VA1 എന്ന് കൊടുത്തത് അതുകൊണ്ടാണ്. പിന്നെ K2 എന്തായിരിക്കും, ആഫ്റ്റർ കൊളിഷൻ which is equal to half. ഇവിടെ എന്താണ് M1 അല്ല MA എന്ന് കൊടുക്കാം. ഓക്കെ, MA അതായത് MA ന്റെ മാസാണ്. കൊളൈഡ് ചെയ്തതിന് ശേഷം ഇവിടെ 2 മാസ് ഉണ്ട്, MAയും MBയും രണ്ടും കൂടി കൂട്ടിയ മാസ് വേണം, എങ്കിലേ നമുക്ക് ഇതിന്റെ ടോട്ടൽ കൈനറ്റിക് എനർജി പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ MA plus MB എന്ന് കൊടുക്കണം, MA plus MB. ഓക്കെ, കാരണം രണ്ടും ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് അങ്ങനെ കൊടുക്കാം, രണ്ടിന്റെ മാസം കൂടി കൂട്ടണം. പിന്നെയുള്ള വെലോസിറ്റി എന്താണ്, ഇവിടുത്തെ വെലോസിറ്റി V2x ആണ്. അപ്പം V2x ന്റെ സ്ക്വയർ. ഓക്കെ, which is equal to, ഞാൻ ഇക്വേഷൻ അപ്ലൈ ആണ്, ഹാഫ് MA plus MB into V2x നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ്, MA VA1 into MA VA1 divided by MA plus MB. ഇവിടെ ഒരു സ്ക്വയറും കൂടി ഉണ്ടാവൂലേ, കാരണം V2x ന്റെ സ്ക്വയർ ആണ്. which is equal to half MA plus MB into MA plus MB into MA1 square VA1 square. രണ്ടിന്റെ സ്ക്വയർ, കാരണം ഇവിടെ മുകളിലുള്ള സ്ക്വയർ മുകളിലത്തേനും ബാധകമാണ്, അടിയത്തേനും ബാധകമാണ്. ഡിവൈഡഡ് ബൈ MA plus MB ന്റെ സ്ക്വയർ. ഓക്കെ, ഇതിന് ഈ സ്ക്വയർ ഓടിയിടട്ടോ, ഇതിന് സ്ക്വയർ ഉണ്ട്, ഇതിന് സ്ക്വയർ ഉണ്ട്, ഇതിന് സ്ക്വയർ ഉണ്ട്, ഇതിന് സ്ക്വയർ ഉണ്ട്. പ്ലസ് ആവുമ്പോൾ ഹോൾ സ്ക്വയർ ഇടണം, ഗുണിക്കണം ആവുമ്പോൾ രണ്ടിനും സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വയർ ഇടാൻ പറ്റും. ബേസിക് മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്,
ഇവിടെ എം എ പ്ലസ് എം ബി രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ എം എ പ്ലസ് എം ബി ഒന്നുള്ളൂ. അപ്പം ഇതിനും കട്ട് ചെയ്യാൻ പറ്റും. രണ്ടെണ്ണത്തിന് ഒന്ന് പോയാൽ ബാക്കി ഒരു എം എ പ്ലസ് എം ബി ഉണ്ടാകും, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് എം എ സ്ക്വയർ വി എ വണ്ണിന്റെ സ്ക്വയർ. ഇവിടെ വണ്ണില്ലട്ടോ, എം എ വണ്ണില്ലേ, എം എ മാത്രമേ ഉള്ളൂ, മാറിയതാണ്. പിന്നെ വി എ വണ്ണിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം എ പ്ലസ് എം ബി. ഓക്കെ, ഇതാണ് എന്ത് K2. ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, K2 ഡിവൈഡഡ് ബൈ K1 ചെയ്ത് നോക്കാം. അതായത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു K2 എന്താണ്, ഹാഫ് എം എ സ്ക്വയർ വി എ വണ്ണിന്റെ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ അല്ല 1/2 ഇൻറ്റു 1 2 ഇൻറ്റു എം എ പ്ലസ് എം ബി. ഓക്കെ, 1 മുകൾക്കുള്ളതാണ് 2 അടിക്കുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ ചെയ്ത്. പിന്നെയാണ് ഓൾ ഡിവൈഡഡ് ബൈ K1 ഇൻഡിക്കേഷൻ ഹാഫ് എം എ വി എ വൺ സ്ക്വയർ. ഓക്കെ, ഓരോ ആൾക്കാർ വെട്ടിപ്പോകൂലേ, ആരൊക്കെ വെട്ടിപ്പോകും? ഇവിടെ എം എ ഒരു എം എയും ഇവിടെ 2 എം എ ഉണ്ട് അല്ലേ, ആ സ്ക്വയറുകൾ നമ്മൾ വെട്ടിപ്പോകും. പിന്നെ വി എ വണ്ണും കട്ടായി പോകും. 1/2 അടിയുള്ള 1/2 നമ്മൾ എന്ത് ചെയ്യും, കട്ടായി പോകും. ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് K2 ഡിവൈഡഡ് ബൈ K1 ഇസ് ഈക്വൽ ടു എന്താണ്, എം എ ഡിവൈഡഡ് ബൈ എം എ പ്ലസ് എം ബി മാത്രമേ ഉണ്ടാവുള്ളൂ, എം എ പ്ലസ് എം ബി. ഓക്കെ, അപ്പൊ ഇത് K2 ഡിവൈഡഡ് ബൈ K1 തമ്മിലുള്ള റേഷ്യോ ആണ്. ഇതെപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. K2 ഡിവൈഡഡ് ബൈ K1 എന്നുള്ളത് ലെസ് ദാൻ 1 ആയിരിക്കും. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ എം എന്റെ മാസ് മാത്രമേ ഉള്ളൂ, ഈ 8ന്റെ മാസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടിയിൽ എം എ പ്ലസ് എം ബി 2 മാസം കൂടി കൂട്ടിയിട്ടാണ് ഇത്. അപ്പൊ അടിയത്തെ സംഖ്യ വലിയതും മുകളിലത്തെ സംഖ്യ കുറച്ച് ചെറുതായിക്കാരം. അങ്ങനെ ആകുമ്പോൾ എപ്പോഴും ചെറിയ ഒന്നിനെക്കാട്ടിലും കുറഞ്ഞ വില കിട്ടുള്ളൂ. നമ്മളൊന്ന് ആലോചിക്കാണ്, 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. ആരാന്ന് പറഞ്ഞാൽ ഒന്നിനെക്കാട്ടിൽ കുറവല്ലേ. 1 ആണ് മുകളിലുള്ളത്, 2 അടിയിലാണ്, മുകളിലുള്ള സംഖ്യ ചെറുതും അടിയിലുള്ള സംഖ്യ വലുതുമാണ്. അപ്പൊ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മുകളിലുള്ള സംഖ്യ ചെറുതും അടിയിലുള്ള സംഖ്യ വലുതുമാണെങ്കിൽ ഒന്നിനെക്കാട്ടിലും കുറഞ്ഞ വില കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, K2 ഡിവൈഡഡ് ബൈ K1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെസ് ദാൻ 1 എഴുതാൻ പറ്റും. ഇങ്ങനെയാട്ടോ ലെസ് ദാൻ 1 എഴുതല്. ഓക്കെ, അപ്പോഴും ഒന്നിനെക്കാട്ടിലും കുറവായിരിക്കും. ഇനി ഈ ഹരിക്കണം എന്നുള്ള K1 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അല്ലെ, K2 ഡിവൈഡഡ് ബൈ K1 ലെസ് ദാൻ 1 ആണ്. അടിയുള്ള K1 ഇങ്ങോട്ട് പോകും. അപ്പൊ ഹരിക്കണം എന്നുള്ള K1 ഇൻറ്റു K1 എന്നായിട്ട് മാറും. അപ്പൊ ഇത് ഇങ്ങോട്ട് പോകും. അപ്പൊ K2 ലെസ് ദാൻ K1 എന്നായിട്ട് മാറും. അല്ലെ, K1 ഇൻറ്റു 1 K1 ആണ്. ഇതാണ് നമുക്ക് കിട്ടേണ്ട സാധനം. ഇതാണ് കൈനറ്റിക് എനർജി. അതായത് കൈനറ്റിക് എനർജി കുറവായിരിക്കും എന്തിനെക്കാട്ടിലും, കൈനറ്റിക് എനർജി. അതായത് K2 എന്ന് പറഞ്ഞാല് ആഫ്റ്റർ കൊളിഷൻ ചെയ്തതിന് ശേഷമുള്ള കൈനറ്റിക് എനർജി ആണ്. അത് കുറവായിരിക്കും എന്തിനെക്കാട്ടിലും കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള കൈനറ്റിക് എനർജി. ഓക്കെ, അതായത് ഇവനെ ഒരു കൈനറ്റിക് എനർജിയിൽ ഇങ്ങനെ വരികയാണ് തട്ടി, അപ്പൊ കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. എനർജി മറ്റുള്ള എനർജി ഒക്കെ എന്ത് ചെയ്യും, സൗണ്ടിന്റെ രൂപത്തില്. ഓക്കെ, സൗണ്ടിന്റെ രൂപത്തിലും അതേപോലെ തന്നെ എന്താണ് ഹീറ്റ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഇവൻ എനർജി കുറയും. അല്ലെ, കൈനറ്റിക് എനർജി ഹാഫ് എം ബി സ്ക്വയർ ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ വെലോസിറ്റിയും കുറയും, നേരെ അങ്ങോട്ട് പോകും. ഓക്കെ, ഇവിടെ കൈനറ്റിക് എനർജി കുറയുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന്റെ വെലോസിറ്റി കുറയുന്നുള്ള കാര്യം എന്തെങ്കിലും മനസ്സിലാക്കണം. കാരണം കൈനറ്റിക് എനർജി കുറഞ്ഞു കഴിഞ്ഞാല് വെലോസിറ്റി കുറയും. കൈനറ്റിക് എനർജി എന്ത് സഹായിക്കുന്നതാണ്, മൂവ് ചെയ്യാൻ സഹായിക്കുന്ന എനർജിയാണ്. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. കുറഞ്ഞ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ കൈനറ്റിക് എനർജിയും, വലിയ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കൈനറ്റിക് എനർജി ഉണ്ടാവും. ആ ഒരു കോമൺ സെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. ഓക്കെ, അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പൊ അവിടെ കൊളൈഡ് ചെയ്തതിനു ശേഷം അങ്ങനെ ആലോചിച്ചാലും മതി. ഓക്കെ, അപ്പൊ കൊളൈഡ് ചെയ്തതിനു ശേഷം എന്തായിക്കോറും ഇതിന്റെ കൈനറ്റിക് എനർജി കുറയും. അതെങ്ങനെ കുറയണത്, സൗണ്ട് ആയിട്ടും ഹീറ്റ് ആയിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു എനർജി എന്താ ടോട്ടൽ മെക്കാനിക് എനർജി കൺസർവ്ഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ ഇലാസ്റ്റിക് കൊളിഷന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല.
ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ പ്രോബ്ലം ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് വരാം. താങ്ക് യു.